എൻ്റെ നല്ലയമ്മ. ഈശോയുടെ അമ്മ എൻ്റെയും അമ്മയാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞൊരു വ്യക്തിക്ക് പരിശുദ്ധ അമ്മയിൽ ആഴമായി ആശ്രയിക്കാൻ സാധിക്കൂ. പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അമ്മ ശക്തമായി ഇടപെടുന്ന അനേകം അനുഭവങ്ങൾ നമുക്ക് ചുറ്റും നിരവധിയാണ്. ഇത്തരത്തിൽ പരിശുദ്ധ അമ്മയിൽ ആഴമായി ആശ്രയിച്ച് തൻ്റെ ജീവിതം അനുഗ്രഹപ്രദമാക്കിയ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അബ്രഹാം പടിഞ്ഞാറെ വീട്ടിലച്ചൻ. തൻ്റെ ജീവിതം എപ്രകാരമാണ് പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് അച്ഛൻ നമ്മോട് പങ്കുവെക്കുന്നു. എൻ്റെ പേര് ഫാദർ അബ്രാഹം മാത്യു. പടിഞ്ഞാറെ വീട്ടിൽ എന്നാണ് വീട്ടുപേര്. ചങ്ങനാശ്ശേരിയിൽ പാറയപ്പള്ളിയാണ് ഇടവക. ഇപ്പോൾ വൈദ്യ ശുശ്രൂഷ ചെയ്യുന്ന പ്രധാനമായിട്ടും അമേരിക്കയിൽ ന്യൂയോർക്കിൽ ബ്രുക്ലിൻ രൂപതയിലാണ്. ആ രൂപതയ്ക്ക് വേണ്ടി അവിടെ വൈദിക പട്ടം സ്വീകരിച്ചതാണ്. പരിശുദ്ധ അമ്മയാണ് എന്നെ അവിടെ കൊണ്ടെത്തിച്ച് വൈദികനാക്കിയത്. എൻ്റെ അമ്മച്ചിയാണ് പരിശുദ്ധ അമ്മയിലേക്ക് എന്നെ അമ്മച്ചിയുടെ തന്നെ നിത്യജീവിതത്തിലെ ആ രീതികൾ വഴി എത്തിച്ചതെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ആ അമ്മച്ചിയുടെ ജീവിത മാതൃക കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അമ്മച്ചി എത്രയേറെ പരിശുദ്ധ അമ്മയുമായിട്ട് ഒന്നായിരുന്നു, അതുകൊണ്ട് തന്നെ ഈശോയുമായിട്ട് ഒന്നായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് ഒത്തിരി കാലമായിട്ടുണ്ട്. അമ്മച്ചി 8ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. പക്ഷേ അമ്മച്ചിക്ക് പരിശുദ്ധ അമ്മയെ അറിയാമായിരുന്നു. വ്യക്തിപരമായി ഔസേപ്പിതാവിനെ അറിയാമായിരുന്നു, ഈശോയെ അറിയാമായിരുന്നു. അമ്മച്ചിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് 3 കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മയായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിൽ വരാറുള്ളത്. ഒന്ന്, എന്നോട് അമ്മച്ചി പറയാറുണ്ടായിരുന്നു, നിൻ്റെ ആദ്യത്തെ പിറന്നാളിന് ഞാൻ നിന്നെ വ്യാകുല മാതാവിനെ പോലെ മടിയിൽ വെച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നെന്ന്. അതിന് കാരണം 28 ദിവസം പ്രായമുള്ളപ്പം എൻ്റെ ഇടത്തെ കൈയും വലത്തെ കാലും തളർന്നു പോയതാണെന്നാണ് അമ്മച്ചിയും സഹോദരങ്ങളും പറയുന്നത്. 1.5 വർഷത്തോളം അങ്ങനെ നടക്കാൻ വയ്യാതെ അനങ്ങാൻ വയ്യാതെ കഴിഞ്ഞു. അന്നൊക്കെ അമ്മച്ചി ഇങ്ങനെ മടി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതാണ് അമ്മച്ചി ഓർമ്മിപ്പിച്ചത്. ഞാൻ അമ്മച്ചിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കും ആ വ്യാകുല മാതാവ് എന്നുള്ള സത്യമാണ് എനിക്ക് എൻ്റെ തന്നെ ജീവിതാനുഭവമായിട്ട് അറിയാവുന്ന സത്യം. അതാണ് അമ്മച്ചിയെക്കുറിച്ചുള്ള പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഉള്ള ആദ്യത്തെ ആ ഒരു അറിവ്. രണ്ടാമത്തേത്, ഞാൻ ജനിച്ചത് ആലപ്പുഴയിലാണ്. ചാത്തനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. മാമൂസ മുങ്ങിയത് പഴവങ്ങാടി പള്ളിയിൽ. അവിടെ ലത്തീം പള്ളി എന്ന് പറഞ്ഞ് ഒരു പള്ളി നിങ്ങൾക്ക് അറിയുമായിരിക്കും, ബീച്ചിനടുത്താണ്. ആ പള്ളിയിൽ നിത്യസമാതാവിൻ്റെ നൊവേന എല്ലാ ശനിയാഴ്ചയും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അമ്മച്ചി വെളുപ്പാങ്കാലത്തെ എഴുന്നേറ്റ് മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ളതൊക്കെ പാചകം ചെയ്തിട്ട് അമ്മച്ചി രാവിലെ പോവും. ആ ചാത്തനാട് നിന്ന് ലത്തീം പള്ളി വരെ നടന്ന് കട്ടൻ കാപ്പി മാത്രം കുടിച്ചുകൊണ്ടാണ് പോകുന്നത്. വേറെ യാതൊന്നും ഭക്ഷിക്കുകയില്ല, കുടിക്കുകയില്ല. അന്ന് അവസാനത്തെ നൊവേനയും കുർബാനയും കഴിഞ്ഞ് വീട്ടിലെത്തുന്നത് വരെ. ഇത് എൻ്റെ ഓർമ്മയുള്ള കാലം മുതൽ അമ്മച്ചി ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടുന്ന് നടന്ന് പിന്നെ ലത്തീംപള്ളിയിൽ എത്തണമെങ്കിൽ എനിക്കൊക്കെ അന്ന് അതിൻ്റെ അടുത്തുള്ള ലിയോ 13 സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. എത്ര സ്പീഡിൽ പോയാലും അരമണിക്കൂർ എനിക്ക് എടുക്കുമായിരുന്നു. അന്നേരം അമ്മച്ചി ഇങ്ങനെ രാവിലെ പോയി അവിടെ ഭജന ഇരിക്കുമായിരുന്നു, നിത്യസമാതാവിൻ്റെ അടുത്ത്. രാവിലത്തെ മുതൽ കുർബാന, നൊവേന, ഇതിങ്ങനെ തുടരെ കുർബാനയും നൊവേനകളും ഒക്കെ ഉണ്ട്. ഇടയ്ക്ക് എൻ്റെ നേരെ മൂത്തത് ഒരു ചേച്ചിയുണ്ട്, പിന്നെ അതിൻ്റെ മൂത്ത ഒരു ചേട്ടൻ. ഇവരിലാരെങ്കിലും ഒരു ചോറ്റുപാത്രത്തിൽ, തൂക്കുപാത്രത്തിൽ കട്ടൻ കാപ്പിയായിട്ട് ഉച്ചയൊക്കെ ആകുമ്പോൾ പോവും. അത് അമ്മച്ചി ഇടയ്ക്ക് കുടിക്കും. അങ്ങനെയായിരുന്നു അമ്മച്ചിയുടെ ജീവിതം.
അന്നേരം എനിക്ക് അമ്മച്ചിയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ചിന്തിക്കുമ്പോഴത്തേക്ക് ആ വ്യാകുല മാതാവിൻ്റെ ആ അനുഭവം കഴിഞ്ഞാൽ നിത്യസഹായ മാതാവിൻ്റെ അനുഭവം, ഇത് അമ്മച്ചി വൈകിട്ട് നൊവേനയെല്ലാം കഴിഞ്ഞ് വന്നാലും എൻ്റെ ഓർമ്മ ശരിയാണ്, അതിനെക്കുറിച്ചൊന്നും വലുതായിട്ടൊന്നും പറയത്തില്ലായിരുന്നു. അമ്മച്ചിയുടെ ജീവിതത്തിൽ അമ്മച്ചി പ്രായോഗികം ആക്കിയ ഒരു മാതാവിനോടുള്ളൊരു വണക്കം, എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്നൊക്കെ ചിലപ്പോഴൊക്കെ ഞങ്ങൾ ചിന്തിക്കാറുണ്ട്. ഒന്ന് എൻ്റെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം ആയിരിക്കാം, കാരണം എൻ്റെ കൈയും കാലും തളർന്നപ്പോഴത്തേക്ക് എൻ്റെ അച്ചായൻ പറഞ്ഞെന്നാണ് അമ്മച്ചി പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഒരു കൈയും ഒരു കാലും നോക്കണ്ടെന്ന്. അങ്ങനെ അമ്മച്ചി പറയുമായിരുന്നു ഇടയ്ക്ക്. അത്രമേൽ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തൊരവസ്ഥയായിരുന്നെന്നാണ്. എന്നാൽ തീർച്ചയായിട്ടും എൻ്റെ നന്മയും ആരോഗ്യമൊക്കെ അമ്മച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കും. അതിൻ്റെ കൂടെ വേറെ വീട്ടിലെ കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നിരിക്കും. ഇത് ഞാൻ പറയാൻ കാരണം, നമ്മുടെ കുടുംബജീവിതത്തിലെ എന്തുമാത്രം വിഷമങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള വിഷമങ്ങൾ, ഇതിലൊക്കെ പരിശുദ്ധ അമ്മ പോയതുപോലെ തന്നെ ഒരു വിശ്വാസത്തോടെ ഒരു ശാന്തതയോടെ പോകാൻ സാധിക്കും എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉറപ്പാണ്, അടയാളമാണ് എൻ്റെ അമ്മച്ചിയുടെ ജീവിതവും അമ്മച്ചിയെക്കുറിച്ചുള്ള ഓർമ്മയും. ഇത് ഞാൻ 10-1. എനിക്ക് ചേട്ടനുണ്ട്, അനിയനുണ്ട്, 7 പെങ്ങന്മാരുണ്ട്. അതിൽ രണ്ടാമത്തെ ചേച്ചി കുഞ്ഞിലെ മരിച്ചുപോയി, 1 വയസ്സുള്ളപ്പം കോട്ടം വന്ന് മരിച്ചാണെന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ ദുഃഖം. പിന്നെ ഞങ്ങൾ ഒത്തിരി സഹിച്ചു വളർന്നവരാണ്. പിന്നെ അറിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യർ ഓരോ ആക്ഷേപങ്ങൾ പറയുന്നതുമൊക്കെ പലതരത്തിലുള്ള സാധനം. ഇതിലൂടെയൊക്കെ പോകുമ്പോഴും അമ്മച്ചിക്ക് ഉണ്ടായിരുന്ന എന്തോ ഒരു ശാന്തത ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ആ മാതാവിൻ്റെ ആ ഒരു മനോഭാവം അമ്മച്ചിക്ക് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതെൻ്റെ സഹോദരങ്ങൾക്കും പറയാൻ സാധിക്കുന്ന കാര്യം. ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പം അമ്മച്ചി ഞങ്ങളെ വളർത്തിയെടുത്ത ആ ഭക്തകൃത്യങ്ങളുമൊക്കെ. അതുകൊണ്ട് വ്യാകുല മാതാവിൻ്റെ അനുഭവം, നിത്യസഹായ മാതാവിൻ്റെ അനുഭവം. മൂന്നാമത്തെ പ്രധാന കാര്യം പരിശുദ്ധ അമ്മയായിട്ട് ചിന്തിക്കുമ്പം എൻ്റെ മനസ്സിൽ വരുന്നത് ജപമാലയാണ്. എല്ലാ ദിവസവും ഓർമ്മയുള്ള കാലം മുതൽ കൃത്യം 7 മണിക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും, എങ്കിലും ആ സന്ധ്യാസമയത്ത് എല്ലാ ദിവസവും ജപമാലയുണ്ട്. ജപമാല എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ഏകദേശം ആവറേജ്. കൊന്തയുണ്ട്, അതിന് മുമ്പിലും പിമ്പിലുമൊക്കെ പാട്ടും പ്രാർത്ഥനകളും ഉണ്ട്. പിന്നെ ശുദ്ധീരാത്മാക്കളുടെ നൊവേന, സകല പുണ്യാന്മാരുടെയും നൊവേന, ലുത്തിനിയ, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ആ ജപമാലയ്ക്ക്, കൊന്തയ്ക്ക് വീട്ടിൽ ആരൊക്കെ അന്നേരം ഉണ്ടോ അവരെല്ലാവരും അവിടെ ജീവിക്കുന്നവരെല്ലാവരും ആ സമയത്ത് അവിടെ വീട്ടിലുണ്ടായിരിക്കും, ജപമാല പ്രാർത്ഥിക്കുകയും ചെയ്യും. അന്നേരം ഈ കൊന്ത വഴി കിട്ടിയ ആ മാതാവിനെക്കുറിച്ചുള്ള ഒരു അനുഭവം, ഈ 3 കാര്യങ്ങൾ എന്നെ ജീവിതത്തിലുടനീളം സ്വാധീനിച്ചിട്ടുണ്ട്. അമ്മച്ചി അറിയാതെ തന്നെയോ അറിഞ്ഞോ ഞങ്ങളുടെ അമ്മച്ചിയുടെ മക്കളിൽ, പ്രത്യേകിച്ച് എന്നിൽ ഇങ്ങനൊരു അടിത്തറ, വിശ്വാസത്തിൻ്റെ അടിത്തറ ഇട്ടിരുന്നു. അച്ചായൻ ദൂരെ ജോലിയായതുകൊണ്ട് മിക്കവാറും വീട്ടിലില്ല, ഇടയ്ക്ക് വരും. അച്ചായൻ്റെ ഭാഗത്തു നിന്നാണേലും വീട്ടിലൊക്കെ ഉള്ളപ്പോൾ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. എങ്കിലും അമ്മച്ചിയിൽ നിന്ന്, എപ്പോഴും വീട്ടിലുള്ള അമ്മച്ചി ആയതുകൊണ്ട് അമ്മച്ചിയിൽ നിന്ന് കിട്ടിയ അറിവ്, ആ വിശ്വാസത്തിൻ്റെ അറിവ്, പറഞ്ഞു തരുന്ന കാര്യങ്ങളുണ്ടെങ്കിലും അമ്മച്ചിയുടെ നിത്യജീവിതത്തിൽ ഞങ്ങൾ കണ്ടറിഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾക്ക്, മക്കൾക്ക് ഞങ്ങളുടെ വിശ്വാസത്തിൽ അറിവ് തന്നിരിക്കുന്നതും ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നതും. അന്നേരം നിങ്ങൾ മാതാപിതാക്കളായിട്ടുള്ളൊരു, പ്രത്യേകിച്ച് നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ നമ്മുടെ കത്തോലിക്ക വിശ്വാസം, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയിലുള്ള ആ ഒരു വിശ്വാസം ഔസേപ്പിതാവിനോട് ചേർന്ന് നമ്മൾ ജീവിക്കുമ്പം നമ്മളറിയാതെ തന്നെ നമ്മുടെ മക്കളിലും മറ്റുള്ളവരിലും യഥാർത്ഥ വിശ്വാസം വളർന്നുകൊള്ളും. അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു തിരിച്ചറിവ്. തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു ജോലി തേടി വിദേശത്ത് പോയ അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ അമ്മ എപ്പോഴും തുണയായിരുന്നു. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ആ കാലങ്ങളിൽ അമ്മ വഴി നടത്തിയ അനുഭവങ്ങൾ അച്ഛൻ നമ്മോട് പങ്കുവെക്കുന്നു. ഞാൻ ആദ്യം ടെക്സാസിലായിരുന്നു, ചേച്ചി കൊണ്ടുപോയി. അവിടുന്ന് പിന്നെ 86 ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചികിത്സയ്ക്ക് വരും, നാട്ടിൽ വരും. അങ്ങനെ 86 ഒരിക്കൽ ചികിത്സയ്ക്ക് വന്നപ്പോൾ ഒരു ചികിത്സാ കേന്ദ്രത്തിൽ വെച്ച് ഒരാളെ പരിചയപ്പെട്ട്, അദ്ദേഹം ന്യൂയോർക്കിലുണ്ടായിരുന്നതാണെന്ന് പറഞ്ഞ്
എനിക്ക് പേരും നമ്പറൊക്കെ തന്നു. അവിടെ ചെന്നാൽ വിളിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ശരിയെന്നും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എങ്ങനെയോ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്ന് ന്യൂയോർക്കിന് പോകാമെന്ന്. അങ്ങനെ ചികിത്സയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകേണ്ട സമയമായപ്പോൾ ഞാൻ ന്യൂയോർക്കിന് പോയി. ന്യൂയോർക്കിൽ കൂടുതലായിട്ടൊന്നും ആലോചിച്ചില്ല. കുറച്ച് പണം ക്യാഷായിട്ട് അമേരിക്കൻ ഡോളർ എങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് വെച്ചെന്നുള്ളതേ ഓർക്കുന്നുള്ളൂ. ന്യൂയോർക്കിൽ ജനുവരിയിൽ ചെന്നിറങ്ങുന്നത് 87 ജനുവരി, കൊടും തണുപ്പ്, വിൻ്റർ. ചെന്നിറങ്ങിയപ്പോഴാണ് ഞാൻ സുബോധം വന്ന മാതിരി പെട്ടെന്ന് തിരിച്ചറിയുന്നത് ഒരുങ്ങിയൊന്നുമല്ല വന്നിരിക്കുന്നത്. പുറത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് മഞ്ഞ്, ഐസ്, വിൻ്റർ. എന്ത് ചെയ്യും? ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ ശക്തി സംഭരിച്ച് അദ്ദേഹത്തെ വിളിച്ച്, തന്ന നമ്പറിനെ വിളിച്ച്. അദ്ദേഹം പരിചയം മനസ്സിലായി എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ് ഇനി വിളിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം പുറത്തുണ്ടായിരുന്നതിനെക്കാട്ടിലും വലിയ തണുപ്പാണ് എനിക്ക് അനുഭവപ്പെട്ട ഹൃദയത്തിൽ. മരച്ചുപോയി. എന്ത് ചെയ്യണമെന്നും അറിയത്തില്ല. ആകെ ഉള്ളത് തുണിയായിട്ടുള്ളത് തണുപ്പിനുള്ള ഒരു സൂട്ട് ജാക്കറ്റ് മാത്രമാണ്. ഏതായാലും എങ്ങനെയൊക്കെയോ ഞാൻ അവിടുന്ന് വെളിയിലിറങ്ങി ടാക്സിക്കാരനോട് ഒരു ഹോട്ടൽ ചോദിച്ച് എന്നെ കൊണ്ട് ഇറക്കിയതോ ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ മുമ്പിൽ. ഇതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് കിട്ടിയ സഹനങ്ങളിലും അപമാനങ്ങളിലും ദുരിതങ്ങളിലുമൊക്കെ എനിക്കൊരു പങ്ക് തന്ന് എന്നെ ഉരുക്കി വാർത്ത് ശക്തിപ്പെടുത്തുമായിരുന്നെന്നാണ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്നൊരു ബോധ്യം. കാരണം എൻ്റെ അടുക്കെ വൈദികനായി കഴിഞ്ഞിട്ട് ഏതെല്ലാം തരത്തിലുള്ള ആൾക്കാർ വരുന്നു, പ്രത്യേകിച്ചും അമേരിക്കയിൽ ന്യൂയോർക്കിൽ ഇങ്ങനെ ഇമിഗ്രൻ്റായിട്ട് വരുന്നവരും അവരുടെ ഓരോ അനുഭവങ്ങളും പരിഹസിക്കപ്പെടുന്നവരും ത്യജിക്കപ്പെടുന്ന അനുഭവങ്ങളും ആശിച്ച് നടക്കാൻ വരുമ്പം എൻ്റെ മനസ്സ് പെട്ടെന്ന് പോകുന്നത് ഞാനും ഇങ്ങനത്തെ അവസ്ഥയിൽ വിട്ടിട്ടുണ്ടല്ലോ. ഇത് പറയുമ്പം അവരോട് അവരുടെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് പറയാനായിട്ട് സാധിക്കുന്ന ഒരനുഭവം. അത് പരിശുദ്ധ അമ്മ എന്നിലൂടെ പ്രവർത്തിക്കുന്നതായിട്ടാണ് എൻ്റെ വിശ്വാസം. അതുവഴി ആ കേൾക്കുന്നവർക്ക് എന്തോ ഒരു ആശ്വാസം കിട്ടുന്ന അനുഭവങ്ങളും ഉണ്ട്, വൈദികനായി കഴിഞ്ഞിട്ടും വൈദികനാകുന്നതിന് മുമ്പും ഒക്കെ. അന്നേരം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടുന്ന് ഒറ്റ രാത്രി ആ ഹോട്ടലിൽ താമസിക്കാൻ സാധിച്ചുള്ളേ, വാടകയുടെ കൂടുതലുമുണ്ട്. പിന്നെ അവിടുന്ന് YMCAയിൽ പോയി ജോലി തേടി ന്യൂയോർക്കിൽ ആരെയും പരിചയമില്ല, മൻഹാറ്റനിലൂടെ അലഞ്ഞു തിരിഞ്ഞ് അവസാനം പോകുമ്പോഴെല്ലാം എനിക്ക് ഏക ഒരു ശക്തിയുള്ള ഇതാണ് ഈ കൊന്ത ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ഞാനൊരു കടയിൽ കയറി ഒരു ഫാർമസിയിൽ കയറി ജോലി ഉണ്ടോ എന്ന് നോക്കി ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഇപ്പോൾ ഹയർ ചെയ്തോളെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന സമയമായപ്പോൾ ഞാൻ ഇങ്ങനെ മുറുക്കെ അങ്ങ് കൊന്ത പിടിച്ചിട്ട് മാതാവിനെ മനസ്സുകൊണ്ട് വിളിക്കുക. ആ മനുഷ്യൻ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് ഐ ജസ്റ്റ് ഹയേർഡ് സംബഡി ബട്ട് ഐ വിൽ ഗിവ് യു എ ജോബ്, മിനിമം വേജ്. ഓക്കെ, ദാറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ വളരെ സന്തോഷത്തോടെ ആ ജോലി എടുത്ത് ഉടനെ മാതാവിന് നന്ദിയും പറഞ്ഞു. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പരിശുദ്ധ അമ്മ എങ്ങനെ വഴി നടത്തി എന്നുള്ളത് തിരിഞ്ഞു നോക്കുമ്പം ഈ ജപമാലയുടെ ആ കൊന്ത മണിയുടെ ആ ഒരു ശക്തിയും കൂടെ എനിക്ക് തോന്നുവാണ്. കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുമ്പം അമ്മയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന പൊക്കിൾ കൊടി പോലെ ജപമാല നമ്മളെ ഈ പരിശുദ്ധ അമ്മയായിട്ട് അടുപ്പിക്കുന്ന അതുവഴി ശക്തി കിട്ടും. തൻ്റെ പൗരോഹിത്യ ജീവിതം അമ്മ നൽകിയ ഒരു സമ്മാനമാണ് എന്നച്ഛൻ പറയുന്നു. ഒരു ജോലിക്കാരൻ എന്ന നിലയിൽ നിന്ന് കർത്താവിൻ്റെ പൗരോഹിത്യത്തിലേക്ക് അച്ഛനെ ഉയർത്തിയത് അമ്മയുടെ കരങ്ങളാണ്. ആ അനുഭവങ്ങൾ അച്ഛൻ പങ്കുവയ്ക്കുന്നു. ഞാൻ ജോലിക്ക് പോകുന്ന വഴിക്ക് ഒരു പള്ളി ഉണ്ടായിരുന്നു അവിടെ ന്യൂയോർക്കിൽ. ആ പള്ളിയിൽ ഞാനിന്നും കയറുമായിരുന്നു ജോലിക്ക് പോകുന്നതിന് മുമ്പ്. ഒരു ദിവസം അവിടെ കയറിയപ്പം അവിടുത്തെ ഒരച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ 50ാമത്തെ വാർഷികത്തിൻ്റെ കുർബാനയാണ്, ജൂബിലി മാസ്. പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ വന്ന് ഐ കുഡ് ബി എ ഗുഡ് പ്രീസ്റ്റ് ടു, എനിക്കും ഒരു നല്ല വൈദികനാകാം. ഞാനങ്ങ് കരഞ്ഞുപോയി. കാരണം 20-24 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് പൗരോഹിത്യത്തെക്കുറിച്ച് ഞാൻ പിന്നെ അങ്ങനെ ചിന്തിക്കുന്നത്. അന്ന് 6ാം ക്ലാസ്സിൽ തോന്നൽ കിട്ടിയിട്ട് ആരോടും പറയാതെ ഇരുന്നതിൽ പിന്നെ ഏതായാലും അത് കഴിഞ്ഞിട്ട് കുർബാന കഴിഞ്ഞിട്ട് അച്ഛനെ ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് ഞാൻ ജോലിക്ക് പോയി. പിറ്റേ ശനിയാഴ്ച അച്ഛൻ പറഞ്ഞതനുസരിച്ച് അച്ഛനെ ചെന്ന് കണ്ടു. പിന്നെ കുറച്ച് നാളത്തേക്ക് എല്ലാ ശനിയാഴ്ചയും അച്ഛനെ കാണാൻ പോകും. അച്ഛൻ്റെ അടുക്ക സ്പിരിച്വൽ ഡയറക്ഷൻ നടത്തും. അന്നേരം അന്ന് അച്ഛൻ എനിക്കൊരു പുസ്തകം തന്നു. അച്ഛൻ ഉപയോഗിച്ചിരുന്ന പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ പേര് അവർ ലേഡി സ്പീക്സ് ടു ഹെയർ ബിലവഡ് പ്രീസ്റ്റ്സ്. നമ്മുടെ ദിവ്യനാഥ
വൈദികരോട് സംസാരിക്കുന്നു എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണ്. സ്റ്റെഫാനോ ഗോവി എന്ന് പറയുന്ന ഒരു അച്ഛന് പരിശുദ്ധ അമ്മ കൊടുത്ത വെളിപ്പെടുത്തലുകളായിട്ടാണ് അത് വിശ്വസിക്കുന്നത്. ആ പുസ്തകം അന്ന് എൻ്റെ കയ്യിൽ കിട്ടിയതിൽ പിന്നെ പല കോപ്പികൾ ഞാൻ മേടിച്ച്, കാരണം വായിക്കുമ്പോഴെല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു ചിന്തകൾ മാതാവ് തരുന്നത് സൈഡിലൊക്കെ കുറിച്ച് നോക്കും, അണ്ടർലൈൻ ചെയ്യും. പിന്നെ വേറൊരു പുസ്തകം മേടിക്കും, കാരണം അതിൽ പിന്നെ മാർക്ക് ചെയ്യാൻ ഇടയില്ലാത്ത അവസ്ഥ വരെ വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും ഞാൻ ആ പുസ്തകം വായിക്കുമായിരുന്നു, പലതവണ. ഒരു വരിയെ വായിച്ചുള്ളെങ്കിലും അതിലൂടെയൊക്കെ പരിശുദ്ധ അമ്മ എന്നോട് എന്തൊക്കെയോ പറയുന്ന ഒരു അനുഭവം, എൻ്റെ അമ്മച്ചി എഴുത്തിലൂടെ എന്നോട് എന്തെങ്കിലുമൊക്കെ പറയുന്നത് പോലെ, അങ്ങനെ ഒരു തോന്നലായിരുന്നു. ഏതായാലും ആ പുസ്തകം എന്നെ വളരെയധികം സ്വാധീനിച്ച്. ആ പുസ്തകത്തിൻ്റെ പുറകിൽ കോൺസക്രേഷൻ പ്രയർ എന്ന് പറഞ്ഞൊരു പ്രത്യേക പ്രാർത്ഥനയുണ്ടായിരുന്നു. വൈദികർക്ക് ഉള്ളത്, പിന്നെ അൽമായർക്കുള്ളത്. ആ പുസ്തകം കിട്ടിയതിൽ പിന്നെ എല്ലാ ശനിയാഴ്ചയും പരിശുദ്ധ അമ്മയുടെ തിരുനാളുകളിലും ഞാൻ ആ സമർപ്പണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. ഇന്നും ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ വ്യക്തിപരമായ കുമ്പസാരം കഴിയുമ്പം ഇന്നും ആ കോൺസക്രേഷൻ പ്രെയർ ചെയ്യും. ഇത് എനിക്ക് തന്നിരിക്കുന്ന ഒരു ഉറപ്പ്, എൻ്റെ അമ്മച്ചിയുടെ ആ വിശ്വാസ ജീവിതത്തിലൂടെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ആ അറിവ് നിറഞ്ഞ നിത്യജീവിതത്തിലൂടെ എനിക്ക് കിട്ടിയ അടിസ്ഥാന വിശ്വാസം ഈ കോൺസക്രേഷൻ പ്രയറിലൂടെ, സമർപ്പണ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മ തന്നെ ക്രമീകരിക്കുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ കോൺസക്രേഷൻ സമർപ്പണം നമ്മൾ ചെയ്യുമ്പം നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയുമായിരിക്കും, വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ട്രൂ ഡിവോഷൻ ടു ദ ബ്ലസ്സഡ് മദർ എന്നുള്ള ട്രൂ ഡിവോഷൻ ടു മേരി എന്ന് പറയുന്ന പുസ്തകം, അതിലുമുണ്ടൊരു കോൺസക്രേഷൻ പ്രെയർ. ഇതിലൂടെ ആ കോൺസക്രേഷൻ സമർപ്പണം നടത്തുന്ന വ്യക്തിയുടെ ഹൃദയവും പരിശുദ്ധ അമ്മയുടെ ഹൃദയവും കൂടെ ഒന്നായിത്തീരുന്ന ഒരു പ്രക്രിയയാണ്. പരിശുദ്ധ അമ്മയുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയവുമായിട്ട് ഒന്നായിരുന്നു. അതുപോലെ സമർപ്പണം നടത്തുന്ന വ്യക്തി പരിശുദ്ധ അമ്മയുമായിട്ട് ഒന്നായിട്ട് തീരുന്ന അനുഭവം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ആലപ്പുഴയിലെ ജീവിതവും ചങ്ങനാശ്ശേരിയിലെ ജീവിതവും ടെക്സാസിലെ ജീവിതവും ന്യൂയോർക്കിലെ ജീവിതവും പൗരോഹിത്യനാകുന്നതിന് മുമ്പുള്ള ജീവിതവും എല്ലാം കഴിഞ്ഞുള്ള ജീവിതവും എല്ലാം നോക്കുമ്പോൾ ഇതിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ അനുഭവങ്ങളിലൂടെ എല്ലാം കിട്ടിയ ആ വേദനയും സന്തോഷവും എല്ലാം പരിശുദ്ധ അമ്മ എങ്ങനെയൊക്കെയോ പാചകം ചെയ്തെടുത്ത് വിശുദ്ധ ബലി ആക്കി തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്നെ മാതാവിലാക്കി, ഈശോയിലാക്കി എന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഇപ്പോഴത്തെ ആ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കുള്ള ഒരു തിരിച്ചറിവ്. പരിശുദ്ധ അമ്മയിലുള്ള തൻ്റെ ആശ്രയവും വിശ്വാസവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അച്ഛൻ നിരന്തരം പരിശ്രമിക്കുന്നു. തൻ്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച ദൈവമാതൃഭക്തിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറ എന്നും അച്ഛൻ പങ്കുവയ്ക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എൻ്റെ കൂടെ വളരെ ശക്തമായ രീതിയിലുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ചില സമയത്ത് വിശ്വാസം അത്ര ശക്തമല്ലെങ്കിലും രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഒന്ന്, ഞാൻ കൂടെ ആയുർവേദ ചികിത്സ ചെയ്യാറുണ്ട്. ഒരിക്കൽ അങ്ങനെ പിഴിച്ചിലും കിഴിയൊക്കെ കഴിഞ്ഞിട്ട് ധ്യാനത്തിന് പോയി, താമസിച്ചുള്ള ധ്യാനത്തിന്. അവിടെ വെച്ച് കൗൺസിലിംഗ് ചെയ്തപ്പോൾ ചേച്ചി പറഞ്ഞ്, ഞാൻ കൗൺസിലിങ്ങിന് പോയപ്പോൾ കൗൺസിലിംഗ് ചെയ്ത ചേച്ചി എന്നോട് പറഞ്ഞ്, പരിശുദ്ധ അമ്മ അച്ഛൻ്റെ തലയിൽ എണ്ണ പുരട്ടി തരുന്നുണ്ടെന്ന്. ഞാൻ ചിരിക്കാൻ കാരണം എനിക്കത് വിശ്വാസമായില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു, അന്നും ചോദിച്ചു ഇന്നും ചോദിക്കുന്നു. ഏതായാലും ഇനി ഉടനെ ഞാൻ ചിന്തിച്ച്, എണ്ണയ്ക്ക് എന്നാ നിറമാണോ എന്തോ എന്നിങ്ങനെ മനസ്സിൽ ഓർത്തതേ ഉള്ളൂ. ആ ചേച്ചി പറഞ്ഞ് എണ്ണയ്ക്ക് ഇളം പച്ച നിറമാണെന്ന്. ഞാനങ്ങ് കരഞ്ഞു പോയി. കാരണം ഹൃദയത്തിൻ്റെ ചിന്ത പോലും മാതാവ് മനസ്സിലാക്കുന്നല്ലോ എന്നുള്ള ഒരു സത്യം ഓർത്തിട്ട്. അതുപോലെ അതിൻ്റെ ഓർമ്മ വെച്ചിട്ട് 2 ആഴ്ച മുമ്പാണ് എൻ്റെ ചേച്ചി, ഇവിടെയുള്ള തിരുവനന്തപുരത്തുള്ള ചേച്ചി എന്നോട്, ഞാനിപ്പം ഒരു ചികിത്സ കഴിഞ്ഞിരിക്കുക, എണ്ണയൊക്കെ പുരട്ടുന്നുണ്ട്. എന്നോട് ചേച്ചി ചോദിച്ചു, എണ്ണ പുരട്ടി തരാൻ വല്ലവരും ഉണ്ടോ എന്ന്. കാരണം നേരത്തെ ഒരാളെ കൊണ്ട് പുരട്ടിക്കുമായിരുന്നു. പെട്ടെന്ന് ഞാൻ പറഞ്ഞ്,
മാതാവ് പുരട്ടി തരുന്നുണ്ടെന്ന് പറഞ്ഞ്. കാരണം ഇതാണ്, ഞാൻ ഇപ്പോൾ എണ്ണ പുരട്ടുമ്പോഴത്തേക്ക് മാതാവിനോട് പറയാം, അന്ന് തലയിൽ എണ്ണ തേച്ച് തന്ന പോലെ ഇപ്പോൾ എൻ്റെ പുറത്ത് തേച്ച് തരണം എന്നൊക്കെ ഇങ്ങനെ മാതാവിനോട് കൊച്ചു വർത്താനം പറയാറുണ്ട്. പിന്നെ വൈദികനായി കഴിഞ്ഞിട്ട് വേറെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം അനുഭവപ്പെട്ട ഒരു അവസരമാണ്, പല അവസരങ്ങളും ഉണ്ടതിൽ ഒന്നാണ്, ഒരു സ്ത്രീ അമേരിക്കയിൽ ഒരു കരിസ്മാറ്റിക് കോൺഫറൻസ് 10-600 പേരുണ്ടായിരുന്നു, അമേരിക്കൻസിന് വേണ്ടിയുള്ളതായിരുന്നു. കോൺഫറൻസിന് വന്ന് അവരെ ആദ്യം കണ്ടപ്പോൾ മുതൽ എനിക്കൊരു സങ്കടം തോന്നി. കാരണം ചെറുപ്പക്കാരി അമേരിക്കക്കാരി, അവരുടെ മുടിയൊക്കെ പാറിപ്പറന്ന്, മുഖം എല്ലാം കണ്ടാൽ അറിയാം എന്തോ ഡിപ്രസ്ഡ് സ്റ്റേറ്റാണ്, വലിയ കഷ്ടത്തിൽ കഴിയുന്നതാണ്. ഏതായാലും 2 ദിവസം കഴിഞ്ഞപ്പം അവരെൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്ന്, ഷെയറിങ്ങിന് വന്ന്. സംഭവം ഇതാണ്, അവരുടെ മകള് കോളേജിലായിരുന്നു, ഡിഗ്രിക്ക് പഠിക്കുക മറ്റോ ആയിരുന്നു, ഹോസ്റ്റലിൽ താമസിക്കുന്നു. ആരോ കുത്തിക്കൊന്ന് പെങ്കൊച്ചിനെ. ഇവളെ കുത്തിക്കൊന്നിട്ട് അത് വളരെ വയലൻ്റായിരുന്നു. അത് പത്രത്തിലൊക്കെ വന്നിരുന്നെന്നാണ് പറയുന്നത്. ഡെഡ് ബോഡി കാണിക്കാൻ പോലും പറ്റാത്ത വിധം വികൃതമായി പോയതുകൊണ്ട് പെട്ടിയിൽ അടച്ചു വെച്ചാണ് ഫ്യൂണറലിന് കൊണ്ടുവന്നത്. ഇവരുടെ സങ്കടം മകളുടെ ഡെഡ് ബോഡി ശവശരീരം കാണാൻ പോലും പറ്റിയില്ലല്ലോ. വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് പറയണമെന്ന് എനിക്കൊരു പിടിയില്ല. ഞാനിങ്ങനെ കൊന്തയും മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, വ്യാകുല മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഈ സ്ത്രീ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഐ സീ മൈ ഡോട്ടർ, അവളുടെ മകളെ കാണുന്നെന്ന് എന്ന് പറഞ്ഞങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് നേരം കരയട്ടെ എന്ന് കരുതി ഞാൻ ഇങ്ങനെ വ്യാകുല മാതാവിന് നന്ദിയും പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞ്, ഈശോയുടെ ശവശരീരം മടിയിൽ വെച്ച് ദുഃഖവെള്ളിയാഴ്ച മാതാവ് അനുഭവിച്ച വേദന നമ്മൾ ഓർക്കണം. അത് വെച്ചിട്ട് ഞാൻ വ്യാകുല മാതാവിനോട് പ്രാർത്ഥിച്ച്, മദർ ഓഫ് സോറോസ്, അന്നേരമാണ് നിങ്ങൾക്ക് മകളെ കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അത് മാതാവ് കൂടെ ഉണ്ട്, ഹീലിംഗ് തരുന്നുണ്ടെന്നുള്ളതിൻ്റെ വ്യക്തമായ അടയാളമാണെന്ന് പറഞ്ഞ്, ഏതായാലും അവർ സന്തോഷത്തോടെയൊക്കെ അത് പറഞ്ഞൊക്കെ കേട്ട് ആ ധ്യാനം അത് കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് അന്ന് വൈകുന്നേരം മുതൽ അവർക്കൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ച് പോകുമ്പോഴത്തേക്ക് ധ്യാനം എല്ലാം കഴിഞ്ഞ് പോകുമ്പം അവരൊത്തിരി സന്തോഷത്തോടെയാണ് നന്ദിയൊക്കെ പറഞ്ഞ് പോയത്. അങ്ങനെ ആൾക്കാരെ സഹായിക്കുകയും കുമ്പസാരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ പരിശുദ്ധ അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കും. അമ്മ ഇടപെടുന്നെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് കിട്ടുന്നുണ്ട് അവരുടെ തിരിച്ചുള്ള പ്രതികരണങ്ങളിൽ നിന്ന്. പരിശുദ്ധ അമ്മയോട് അതിന് എനിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, പരിശുദ്ധ അമ്മയുടെ അനുഭവം കൂടുതൽ ഞങ്ങൾ സ്വീകരിക്കാനായിട്ട്.